So good evening to all. So dear students, good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening. Good evening, sir. എല്ലാവരും പ്രസന്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. Then Abhishek ഉണ്ട്. Abhishek, good evening. Ivan, good evening. Good evening, sir. Alencia Rose, good evening. Alencia. Good evening, sir. Then Alina. Good evening, sir. Good evening. Anaga M. Teresa. Anaga, good evening. Then Anaga ഉണ്ട്. Anaga, good evening. Anne Maria Maria Jason, good evening. Anne Maria ഉണ്ട്. Anne Maria ഉണ്ട്. എല്ലാവരും തന്നെ ഉണ്ട്. Anne Maria ഷാജി ഉണ്ട്. Anne Mary, അന്നപൂർണ്ണയും നേരത്തെ കയറിയിട്ടുണ്ട്. അശ്വതി ടി ഉണ്ട്. ഐന, ക്രിസ്റ്റി, ദീപു ഉണ്ട്. ദിയായ ഉണ്ട്. ഡൊമിനിക് ഉണ്ട്. എൽവിൻ ഉണ്ട്. എൽവിൻ ആദ്യമാണ് തോന്നുന്നു. എമി, ഗുഡ് ഈവനിങ്. എമി ഉണ്ട്. Good evening, sir. ജോൺ പോൾ, ജോസഫ്, റിയ ആൻഡ് റൊസീറ്റ, റോസ്മി, റൂബൻ, സഞ്ജയ്, അങ്ങനെ എല്ലാവരും തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ, ടെറി ആൻഡ് ടെസ. ആൻഡ് ഫോർ ഓൾ ഓഫ് യു എ വെരി ഗുഡ് ഈവനിങ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കുന്നത്. അവിടെ ഞാൻ നിർത്തിയത് ഡെറൈവ്ഡ് യൂണിറ്റ്സിലാണ് നമ്മൾ ടോപ്പിക് നിർത്തിയത്. ഡെറൈവ്ഡ് യൂണിറ്റ്സ്. ഇനി ഞാൻ ലാസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞു, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് certain prefixes. അപ്പൊ എഴുതാം, ഇങ്ങനെ എഴുതുക, ഒരു ഹെഡിങ് കൊടുക്കുക. ഇത് SI system. The SI system allows the use of certain prefixes. SI system allows the use of certain prefixes to indicate multiples or sub-multiples of a unit. Sub-multiples of a unit. Sub-multiples of a unit. അത് ഞാൻ തുടങ്ങുന്ന ആദ്യമായി ഒരു വലിയ കോളമാണ് ഞാൻ വരയ്ക്കുന്നത്. ആദ്യത്തെ കോളത്തിന്റെ ഹെഡിങ് മൾട്ടിപ്പിൾ എന്നാണ്. ഒന്നാമത്തെ കോളം മൾട്ടിപ്പിൾ എന്ന ഒന്നാമത്തെ കോളം. മൾട്ടിപ്പിൾ എന്നാണ് ഒന്നാമത്തെ കോളം. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് പ്രിഫിക്സ്. അതിന്റെ അവിടെ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? പ്രിഫിക്സ്. PREFIX. പ്രിഫിക്സ്. ഓരോന്നായി ഞാൻ ആദ്യമായി പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ന്യൂമറൽ 10 എന്ന ഒരു നൊട്ടേഷൻ. 10 അത് ഞാൻ എഴുതുന്നില്ല. 10 ഇവിടെ എഴുതാം. 10 സാർ കാണാൻ സാധിക്കുന്നില്ല. ഈ 10 എന്ന് പറയുന്നതിനെ അതിന്റെ പ്രിഫിക്സായി 10 വരുമ്പോൾ നമ്മൾ പ്രിഫിക്സായി ഉപയോഗിക്കുന്നത് ഡെക്ക എന്ന മീനിങ്. ഡെക്ക 10 ആണെങ്കിൽ അതിനെ വായിക്കുന്നത് ഡെക്ക എന്ന് വായിക്കും. ഡെക്ക എന്നാണ് 10ന്റെ പ്രിഫിക്സ്. 10ന്റെ പ്രിഫിക്സ് ഡെക്ക. 10ന്റെ പ്രിഫിക്സ് ഡെക്ക. 10 raised to 2. അപ്പൊ ഇത് 10 raised to 1. 10 raised to 1
ഡെക്ക. 10 to the power 1 ഡെക്ക എന്ന് വായിക്കും. 10 raised to 2 10 raised to 2 ആണെങ്കിൽ വായിക്കേണ്ടത് ഹെക്ട എന്നാണ്. HECTA ഹെക്ടോ ഹെക്ടോ ഡെക്ക ആൻഡ് ഹെക്ടോ ഹെക്ടോ എന്ന് വായിക്കും. ഡെക്ക ഹെക്ട ഹെക്ടോ ഡെക്ക ഹെക്ടോ എന്ന് വായിക്കും. ഡെക്ക ഹെക്ടോ. ഇനി 10 raised to 3 നിങ്ങൾക്ക് അറിയാം കിലോ കിലോ 10 raised to 3 1000 കിലോ എന്നാണ്. കിലോ കിലോ എന്നാണ് 10 raised to 3 യുടെ പ്രിഫിക്സ് കിലോ. 10 raised to 4 മെഗാ 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 10 raised to 4 മെഗാ എന്ന് വായിക്കും. 10 raised to 4 മെഗാ 10 raised to 4 മെഗാ. 2 കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 2 കോളം കൃത്യമായി ഫില്ല് ചെയ്യും. 2 കോളം കൃത്യമായി ഫില്ല് ചെയ്ത് കയറ്. 2 കോളം കൃത്യമായി ഫില്ല് ചെയ്യും. സാർ എന്താ മോനെ ചോദിച്ചു? കാണാൻ സാധിക്കുന്നില്ല. ഏതാ മോനെ? കാണാൻ സാധിക്കുന്നില്ല. ഒന്നും ക്ലിയർ അല്ലേ? കാണാൻ പറ്റുന്നില്ലെന്ന്. ബോർഡ് മോനെ ക്ലിയർ അല്ല. അല്ല അല്ല ഇതിന്റെ ഒരു സൈഡ് കാണാൻ പറ്റുന്നില്ല. ഏതിന്റെയാണ്? ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെയാ. ഇപ്പൊ ക്ലിയർ ആണ് ബോർഡ്? സർ ആർക്കെങ്കിലും കാണാതെ ഉണ്ടോ? ക്ലിയർ ആണോ ബോർഡ്? പറയൂ. സർ എമി ബോർഡ് ക്ലിയർ ആണ്? എമി സർ ബോർഡ് ക്ലിയർ ആണ്, കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നുണ്ട് സർ, ക്ലിയർ ആണ്. Okay, very good. So 10 raised to 1 deca. 10 raised to 1 deca. 10 raised to 1 deca. 10 raised to 2 hecto. 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 10 raised to 3 kilo. 10 raised to 3 kilo. ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 1 2 3 അടുത്ത 10 raised to 6 ആണ്. 10 raised to 6 ആണ് മെഗാ. 10 raised to 6 ആണ് മെഗാ. 10 raised to 6 ആണ് മെഗാ. ഒരു കോളം കൂടി ഞാൻ വരയ്ക്കുകയാണ്. സിമ്പൽ ഓരോന്നിന്റെ സിമ്പൽ ഒരു കോളം കൂടി നമുക്ക് വരയ്ക്കാം. സിമ്പൽ നിങ്ങൾ ഈ 10ൽ നിന്നും ഒരു 5 എണ്ണം വരെ കൃത്യമായി പഠിച്ചിരിക്കണം. +1 5 എണ്ണം വരെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പേപ്പറിൽ അത് ആവശ്യമായി വരും. 5 എണ്ണം. 10 raised to 1 ഡെക്ക. നോട്ട് ചെയ്യുന്ന സിമ്പൽ DA എന്നാണ്. ഡെക്ക DA എന്നാണ്. DA ഡെക്ക DA എന്നാണ് നോട്ട് ചെയ്യുന്നത്. ഡെക്ക DA. 10 raised to 2 hecto represented as small letter h hecto. Small letter h hecto. 10 raised to 3 as kilo. അതെല്ലാവർക്കും അറിയാം. സ്മോൾ ലെറ്റർ k കിലോ. സ്മോൾ ലെറ്റർ k കിലോ. സ്മോൾ ലെറ്റർ k കിലോ. മെഗാ ക്യാപിറ്റൽ M. ക്യാപിറ്റൽ M ആണ് മെഗാ. മെഗാ മെഗാ ക്യാപിറ്റൽ M. ഞാൻ വീണ്ടും വായിക്കാം. മെഗാ ക്യാപിറ്റൽ M. മെഗാ ക്യാപിറ്റൽ M. മെഗാ ക്യാപിറ്റൽ M. ഇനി ഒരെണ്ണം കൂടി വേണമെന്നുണ്ടെങ്കിൽ 10 raised to 9 ജിജ.
10 raised to 9. 10 raised to 9. अब നമുക്ക് പഠിക്കാം. 10 raised to 9. Giga. G-I-G-A. 10 raised to 9. Giga. 10 raised to 9. Capital G. Capital G. Giga. So എല്ലാവരും കോളം വരച്ചെഴുതി. നമ്മൾ ആ പഠിച്ചതിന്റെ ഒരു റൗണ്ട് റിവിഷൻ ഇങ്ങനെ ഒരു റൗണ്ട് റിവിഷനിലേക്ക് നോക്കുക, ശ്രദ്ധിക്കുക. 10ന്റെ പവറായി വരുന്നവ, 10ന്റെ എക്സ്പോണൻസ്, അതാണ് ഞാൻ ഇന്ന് ആദ്യമായി നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്തത്. അതിൽ പോസിറ്റീവ് വാല്യൂസ് ആണ് ഞാൻ കൊണ്ടുവന്നത്. ഞാൻ 1 കൊണ്ടുവന്നു, 10 raised to 1, 2 കൊണ്ടുവന്നു, 10 raised to 2, 3 കൊണ്ടുവന്നു, 10 raised to 3, 3 കഴിഞ്ഞ് 3യുടെ മൾട്ടിപ്പിളർ 6, 9, അങ്ങനെ 6 എണ്ണമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. നമുക്ക് ഓരോന്നായി ഒന്ന് വേഗം എഴുതുമ്പോൾ 10 raised to 1 ഇങ്ങനെ വരും. 10 raised to 1 നമ്മൾ എങ്ങനെ വായിച്ചു? ഡെക്ക 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 എന്ന് ഞാനും നിങ്ങളും വായിച്ചു. ഡെക്ക എന്ന് വായിച്ചു. അതിന്റെ സിമ്പൽ DA. DA എന്നതായിരുന്നു അതിന്റെ സിമ്പൽ DA. അപ്പൊ ഒന്നാമത്തെ ഭംഗിയെ പഠിച്ചു. 10 raised to 1 ഡെക്ക സിമ്പൽ DA. 10 raised to 1 ഡെക്ക സിമ്പൽ DA. 10 raised to 1 ഡെക്ക സിമ്പൽ DA. രണ്ടാമത്തേത് 10 raised to 2. 10 raised to 2 എങ്ങനെ വായിച്ചു? ഹെക്ടു ഹെക്ടു ഹെക്ടു. രണ്ടാമത്തേത് ഹെക്ടു എന്നാണ്. ഹെക്ടു. രണ്ടാമത്തേത് ഹെക്ടു എന്നാണ്. രണ്ടാമത്തേത് ഹെക്ടു. സിമ്പൽ H. സിമ്പൽ H. മോണറ്റർ H ആണ് ഹെക്ടു. അപ്പൊ രണ്ടാമത്തേത് പഠിച്ചു. 1 2 ഭംഗിയായി പഠിച്ചു. 1 2 ചെയ്യാം. മൂന്നാമത്തേത് ഓൾറെഡി അറിയാം, പറയേണ്ട കാര്യമില്ല. 10 raised to 3 കിലോ. 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 നൊട്ടേഷൻ മോണറ്റർ K. മൂന്നാമത്തേത് 10 raised to 3 കിലോ. നൊട്ടേഷൻ K. 10 raised to. എല്ലാവരുടെ മനസ്സിലും ഐഡിയ ഉണ്ട്. അടുത്ത 4 5 6 മൂന്നെണ്ണം കൂടിയുണ്ട്. അടുത്ത 2 എണ്ണം കൂടി. 10 raised to 6. 10 raised to 6. 10 raised to 6 എങ്ങനെ വിളിച്ചു? മെഗാ മെഗാ മെഗാ. 10 raised to 6 മെഗാ 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 മെഗാ. ലെറ്റർ M ആണ്. ലെറ്റർ M. ഒരെണ്ണം കൂടി ഞാൻ പഠിപ്പിച്ചു. അതേതായിരുന്നു? ഒരെണ്ണം കൂടി പഠിപ്പിച്ചു. അതേതായിരുന്നു? 10 raised to 9 ജിജ ജി. ജിജ ജി. ജിജ ജി. 10 raised to 9. 10 raised to 9 ജിജ. 10 raised to 9 ജിജ. ലെറ്റർ ക്യാപിറ്റൽ G. ഇത്രയുമാണ് നമ്മൾ പോസിറ്റീവ് വാല്യൂ പഠിച്ചത്. പോസിറ്റീവ് വാല്യൂ പഠിച്ചു. സോ ബോയ്സിലെ ആദ്യത്തെ പേര് അഭിഷേക്. അഭിഷേക് മൊത്തം വായിച്ചേ മോനെ. Yes, sir. 10 raised to 1 Deca DA. 10 raised to 2 hecto small letter H. 10 raised to 3 kilo small letter K. 10 raised to 6 mega capital M. 10 raised to 9 giga capital G. Okay, clear. ദീപക് വായിച്ച. ദീപക് ദീപക് എന്നായിരുന്നോ അതോ പേര് മാറിപ്പോയി എനിക്ക്? അല്ല, ദീപു. ദീപു വായിച്ച. ദീപു ദീപുവിനെ കിട്ടുന്നില്ല. ദീപുവിനെ കിട്ടുന്നില്ല. എമി മോള് വായിച്ചേ. Yes, sir.
10 raised to 1 deca DA, 10 raised to 2 hecto H, 10 raised to 3 kilo K, 10 raised to 6 mega capital M, 10 raised to 9 giga capital G. Okay. Now Tessa, മോള് വായിച്ചേ Tessa. 10 raised to 1 deca DA, 10 raised to 2 hecto H, 10 raised to 3 kilo K, 10 raised to 6 mega capital M, 10 raised to 9 giga capital G. ഓക്കെ ക്ലിയർ. അപ്പോ ഞാൻ 3 പേരെ കൊണ്ട് വായിക്കും. അടുത്ത റൗണ്ടിൽ 3 പേർക്ക് വീണ്ടും ചാൻസ് തരും. ഇവിടെ ഞാൻ കൊണ്ടുവരുന്നത് നെഗറ്റീവ് വാല്യൂസ് ആണ്. നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ ഈ റൗണ്ടിൽ നോക്കുന്നത്. ആദ്യത്തേത് -1. ആദ്യത്തേത് 10⁻⁻1 ഒന്നാമത്തെ കോളത്തിൽ 10⁻⁻. ഒന്നാമത്തെ കോളത്തിൽ 10⁻⁻1. ഒന്നാമത്തെ കോളത്തിൽ 10⁻⁻1. അതിന്റെ പേര്, അതിന്റെ ആ പ്രിഫിക്സിന്റെ പേരാണ് ഡെസി. ഡെസി 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 DECI. ഡെസി ഡെസി എന്ന പേര്. ഡെസി ഡെസി. നൊട്ടേഷൻ വെറും ഡി, സ്മോൾ ലെറ്റർ ഡി. സ്മോൾ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി ആണ് ഡെസി. സ്മോൾ ലെറ്റർ ഡി ഡെസി. സ്മോൾ ലെറ്റർ ഡി ഡെസി എഴുതി. രണ്ടാമത്തെ 10⁻⁻. സെന്റി. സെന്റി CENTI. സെന്റി. സെന്റി 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 എന്നാണ് സെന്റി. നൊട്ടേഷൻ സ്മോൾ ലെറ്റർ സി. നൊട്ടേഷൻ സ്മോൾ ലെറ്റർ സി. സെന്റി. ഡെസി സെന്റി. ഡെസി സെന്റി. ഡെസി സെന്റി. ഡെസി സെന്റി. ഡെസി ഡി. സെന്റി സി. 10⁻⁻1 ഡെസി ഡി. 10⁻⁻2 സെന്റി സി. സെന്റി സി. ക്ലിയർ. 10⁻⁻3. 10⁻3 മൂന്നാമത്തെ 10⁻3 മില്ലി. മില്ലി 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 MILLI മില്ലി മില്ലി. സ്മോൾ ലെറ്റർ M. സ്മോൾ ലെറ്റർ M. സ്മോൾ ലെറ്റർ M. സ്മോൾ ലെറ്റർ M. ഡെസി സെന്റി മില്ലി. ഡെസി സെന്റി മില്ലി. DCM. DCM. അടുത്ത 10⁻⁻6. 10⁻⁻6 മൈക്രോ. മൈക്രോ 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 എന്നാണ്. മൈക്രോ കേട്ടോ. മൈക്രോ മൈക്രോ എന്നാണ് പ്രിഫിക്സ്. മൈക്രോ മൈക്രോ. അതിന്റെ സിമ്പൽ ന്യൂ ആണ്. ഇങ്ങനെ വരും. ഇങ്ങനെ ന്യൂ സിമ്പൽ. മൈക്രോ ന്യൂ സിമ്പൽ. മൈക്രോ 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 മൈക്രോ. ക്ലിയർ. അടുത്തത് 10⁻⁻9. 10⁻⁻9 നാനോ. നാനോ 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 നാനോ. സിമ്പിൾ സ്മോൾ ലെറ്റർ N. നാനോ നാനോ. ഒരെണ്ണം കൂടി 10⁻⁻12. 10⁻⁻12 പൈക്കോ. പൈക്കോ പൈക്കോ PICO. പൈക്കോ 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 P. പൈക്കോ സ്മോൾ ലെറ്റർ P. പൈക്കോ. ഇത്രയോ. സോ
നിങ്ങളെ കൂടെ വായിപ്പിക്കുന്നു. ആദ്യ ചാൻസ് ടെറി ജിൻ. ടെറി വായിച്ചേ. Yes, sir. 10 raised to minus 1 deci small d. 10 raised to minus 2 centi small c. 10 raised to minus 3 milli small m. 10 raised to minus 6 micro nu. 10 raised to minus 9 nano small n. 10 raised to minus 12 pico small p. Okay. Now, Tony വായിച്ചേ. Tony Abraham വായിച്ചേ മോനെ. 10 raised to minus 1 deci small letter d. 10 raised to minus 2 centi small letter c. 10 raised to minus 3 milli small letter m. 10 raised to minus 6 micro nu. 10 raised to minus 9 nano small letter n. 10 raised to minus 12 pico small letter p. Okay, ഭംഗിയായി Tony വായിച്ചു. വെരി ഗുഡ്. ശ്വേത മോള് വായിച്ചേ. Yes, sir. 10 raised to minus 1 deci d. 10 raised to minus 2 centi c. 10 raised to minus 3 milli m. 10 raised to minus 6 micro nu. 10 raised to minus 9 nano n. 10 raised to minus 12 pico p. Okay, ഇവിടേക്ക് ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട്. ഷാരോണ. 10 raised to minus 1 deci d. 10 raised to minus 2 centi c. 10 raised to minus 3 milli m. 10 raised to minus 6 micro mu. 10 raised to minus 9 nano n. 10 raised to minus 12 pico p. Okay, ഇവിടേക്ക് ഭംഗിയായിട്ട് വായിച്ചു. സഞ്ജയ് സുനിൽ. സഞ്ജയ് ആദ്യം പടാൻ തോന്നുന്നു. With the first time. സഞ്ജയ്. 10 raised to minus 1 deci d. 10 raised to minus 2 centi c. 10 raised to minus 3 milli m. 10 raised to minus 6 micro nu. 10 raised to minus 9 nano n. 10 raised to minus 12 pico p. Okay, clear. അപ്പൊ ഇവിടെ ഞാൻ 5 പേർക്ക് ഞാൻ ചാൻസ് കൊടുത്താൽ ആദ്യ റൗണ്ടിൽ 3 പേര്, രണ്ടാമത്തെ റൗണ്ടിൽ 5 പേർക്ക് ചാൻസ്. സോ എനിവേ നമുക്ക് അടുത്തേക്ക് നീങ്ങാം. ഹെഡിങ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന ഹെഡിങ് എഴുതുക. സയന്റിഫിക് നൊട്ടേഷൻ എന്ന ഹെഡിങ് എഴുതുക. Scientific notation. Scientific notation in the heading. Scientific notation in the heading. Scientific notation. Scientific notation in the heading. Scientific notation. Scientific പരമായി ഫിസിക്സിലും കെമിസ്ട്രിയിലും പ്രോബ്ലങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഫൈനൽ ആൻസർ ഏത് രീതിയിൽ വേണം എക്സ്പ്രസ് ചെയ്യുവാൻ, ഏത് രീതിയിൽ വേണം എക്സ്പ്രസ് ചെയ്യേണ്ടത്, അതാണ് ഈ 2-3 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. എഴുതും. സയന്റിഫിക് നൊട്ടേഷൻ അതെന്താണെന്ന് ഞാൻ ആദ്യം തരും. Scientific notation is the proper representation. A scientific notation is the proper representation of a number in exponential form, of a number in exponential form. Full stop. Okay. അടുത്ത പോയിന്റ് ആയിട്ട് any number can be represented. Any number can be represented in the form. Any number can be represented in the form capital N in 10 to the power small letter n. 10 to the power small letter n.
n into 10 raised to 10. n into 10 raised to 10. n into 10 raised to 10. Any number in the form. n into 10 raised to 10. n into 10 raised to 10. Any number in the form. n into 10 raised to n. Comma. Where small letter n is. Where small letter n is an exponent. Where small letter n is an exponent. Where small letter n is an exponent having. Small letter n is an exponent having positive or negative. Positive or negative values. Having positive or negative values. Positive or negative values. Clear? And capital N. And capital N. Capital N can, C-A-N, can vary between. Capital N can vary between 1 to 10. 1 to 10. ഒന്നിനും 1 മുതൽ 10 വരെയുള്ള വാല്യൂ. 10 വരെയുള്ള വാല്യൂ എന്ന് പറയുമ്പോഴും 1 to 9 വരെ ആക്ച്വലി ഉള്ളൂ. ഓർക്കുക, 10 വരെ വരാം എങ്കിലും 1 to 9 വരെയാണ് നമ്മൾ നോർമലി എഴുതാറുള്ളത്. 1 മുതൽ 10 വരെയുള്ള വാല്യൂ ആകാം. ഏതൊരു നമ്പറിനെയും 1-നും 9-നും ഇടയ്ക്കുള്ള ഒരു വാല്യൂവായി 10ന്റെ എക്സ്പോണന്റ് ആയി എഴുതുന്ന രീതിയാണ് സയന്റിഫിക് നൊട്ടേഷൻ. എഴുതുന്ന രീതിയാണ് സയന്റിഫിക് നൊട്ടേഷൻ. ക്ലിയർ? ഏതൊരു വാല്യൂവിനെയും 1-നും 9-നും ഇടയിലുള്ള ഒരു വാല്യൂവായി എഴുതുന്ന രീതിയാണ് സയന്റിഫിക് നൊട്ടേഷൻ. ഏതൊരു ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും കാൽക്കുലേഷന്റെ പ്രോബ്ലം കാൽക്കുലേഷന്റെ ഫലമായി കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനെ ഫിസിക്സിലും കെമിസ്ട്രിയിലും പ്രോബ്ലം ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ആൻസറിനെ 1-നും 9-നും ഇടയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന രീതിയാണ് സയന്റിഫിക് നൊട്ടേഷൻ. അതെങ്ങനെയാണ്? ആ നമ്പറിനെ 1-നും ഇടയിലായി 1-നും 9-നും ഇടയിലായി കൊണ്ടുവന്ന് 10ന്റെ പവറായി കാണിക്കുന്ന രീതിയാണ് സയന്റിഫിക് നൊട്ടേഷൻ. ക്ലിയർ? ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നു, നോക്കിക്കോളൂ. ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്തു വന്നപ്പോ ഫിസിക്സിലെയോ കെമിസ്ട്രിയിലെയോ ഒരു പ്രോബ്ലം ചെയ്തു വന്നപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഇതായിരുന്നു. എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 282.558 എന്നൊരു ആൻസർ എനിക്ക് കിട്ടി. 282.558 ഇവിടെയാണ് ആക്ച്വലി പോയി. ഇങ്ങനെ ആൻസർ എനിക്ക് കിട്ടി. ഈ ആൻസർ അല്ല ഞാൻ അതിന്റെ ഫൈനൽ ആൻസറായി എഴുതേണ്ടത്. ഇത് എഴുതി വെക്കാമെങ്കിൽ ടീച്ചർ അതിന്റെ മണ്ടയ്ക്ക് ഒരു വട്ടം ഇട്ടു. കാര്യം ഇതല്ല ആൻസർ. ഇത്രയും വലിയ വാല്യൂ ആൻസറായി പറയാറില്ല. അവിടെയാണ് നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻ കൊണ്ടുവരുന്നത്. 1-നും 9-നും ഇടയിലായി പറയണം. അതായത് ഈ പോയിന്റ് കണ്ടോ, ഡെസിമൽ പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് ഇവിടുന്ന് ഇത് 2 പ്ലേസ് പുറകോട്ട് വരണം. പോയിന്റ് 2 പ്ലേസ് പുറകോട്ട് വരണം. പോയിന്റ് 2 പ്ലേസ് പുറകോട്ടേക്ക് വരണം. പോയിന്റ് 2 പ്ലേസ് പുറകോട്ട് കയറി വരണം. പോയിന്റ് ഇവിടെ വരുമ്പോൾ എത്ര ആകും?
2.8 2 തുടങ്ങും. 2 തുടങ്ങിയാൽ 1-നും 9-നും ഇടയിലുള്ള വാല്യൂവായി മാറും. ക്ലിയർ? ഓക്കെ. സോ പോയിന്റ് അടുത്ത് നോക്കണം. അടുത്ത ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ പോയിന്റ് ഡെസിമൽ ഓർത്തോണം. ഡെസിമൽ ഇത് പോയിന്റ് നിൽക്കുന്ന സ്ഥാനത്തു നിന്ന് മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ, പോയിന്റ് മുന്നോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, പോയിന്റ് മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ എക്സ്പോണന്റ് പുറകോട്ടും, എക്സ്പോണന്റ് എന്ന് പറയുന്നത് പുറകോട്ട് പിടിക്കും. എക്സ്പോണന്റ് പുറകോട്ട് പോകും, എക്സ്പോണന്റ് കുറയാൻ തുടങ്ങും. ഇനി ഇതിന്റെ മറുവശം പോയിന്റ് ഡെസിമൽ പ്ലേസ്, പോയിന്റ് പുറകോട്ടാണ് തെറിക്കുന്നതെങ്കിൽ, പോയിന്റ് പുറകോട്ടാ വരുന്നതെങ്കിൽ എക്സ്പോണന്റ് മുന്നോട്ട് പോകും, എക്സ്പോണന്റ് മുന്നോട്ട് പോകും. ഇത് ഒരു കാൻഡിഡേറ്റ് അറിഞ്ഞിരിക്കണം. ഈ ആപ്ലിക്കേഷൻ പോയിന്റും എക്സ്പോണന്റുമായിട്ടുള്ളത് ഇത് അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കിയേ, പോയിന്റ് 2 പ്ലേസ് പുറകോട്ട് വന്നു. പോയിന്റ് എത്ര പ്ലേസ് പുറകോട്ട് വന്നു? 2 പ്ലേസ് പുറകോട്ട് വന്നു എങ്കിൽ അത് എങ്ങനെ പറയണം? മുന്നോട്ടാക്കി പറയണം. എക്സ്പോണന്റ് പോസിറ്റീവ് ആയി. അപ്പോ എന്ത് പറയും? 10 എത്ര പ്ലേസ് മാറി? എത്ര പ്ലേസ് പുറകോട്ട് ചാടി? എത്ര പ്ലേസ് പുറകോട്ട് ചാടി? 2 പ്ലേസ് പുറകോട്ട് മാറി എങ്കിൽ 10⁻² എന്ന് പറയേണ്ടി വരും. ഇതിന്റെ സയന്റിഫിക് നൊട്ടേഷൻ എങ്ങനെ പറയേണ്ടി വരും? പറഞ്ഞേ. ഈക്വൽസ് എങ്ങനെയാവും? 2.82558 into 10 to the power of പോയിന്റ് എത്ര പ്ലേസ് പുറകോട്ട് വന്നു? 2 ഇതാണ് ഇതിന്റെ സയന്റിഫിക് നൊട്ടേഷൻ. എഴുതിയെടുത്തേ. എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ ആദ്യത്തെ 3 ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആവും. 282.558 അതിനെ 1-നും 9-നും ഇടയിലുള്ള വാല്യൂ ആക്കണം. പോയിന്റ് പുറകോട്ട് ജമ്പ് ചെയ്തെങ്കിൽ എക്സ്പോണന്റ് മുന്നോട്ട് ചാടും. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ക്ലിയർ? എഴുതിയല്ലോ എല്ലാവരും? എഴുതിയല്ലോ? വായിക്കാൻ പോവാം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. അടുത്ത എക്സാമ്പിൾ 2 62.16 ഇതിനെ സയന്റിഫിക് നൊട്ടേഷനായി പറയണം. 1-നും 9-നും ഇടയിൽ വരണം. അതിന്റെ മീനിങ് പോയിന്റ് ഒരു പ്ലേസ് പുറകോട്ട് ജമ്പ് ചെയ്യണം. പോയിന്റ് ഒരു പ്ലേസ് പുറകോട്ട് മാറിയെങ്കിൽ എക്സ്പോണന്റ് ഒരു പ്ലേസ് മുന്നോട്ട് കയറും. എങ്കിൽ ആൻസർ പറഞ്ഞേ. അല്ലെങ്കിൽ ഞാൻ എഴുതാം. 6.216 into 10 to the power 1 10⁻⁴ ഇങ്ങനെ വരണം ആൻസർ. മനസ്സിലായോ? എഴുതി. എക്സാമ്പിൾ 3 എഴുതിയെടുത്തു. എക്സാമ്പിൾ 3 454.12 എങ്ങനെ എഴുതാം? 454.12 എങ്ങനെ വരും? പോയിന്റ് 2 പ്ലേസ് പുറകോട്ട് വന്നെങ്കിലേ 4 പോയിന്റ് ആവൂ. അപ്പോൾ 2 പ്ലേസ് പുറകോട്ടാണെങ്കിൽ എക്സ്പോണന്റ് 2 പ്ലേസ് മുന്നോട്ട് ചാടണം. 2 പ്ലേസ് മുന്നോട്ട് മീൻസ് പോസിറ്റീവ്. അപ്പൊ എങ്ങനെ വരും? 4.54 541 into 10 to the power 2 10 to the power 2 കണ്ടോ? 10 to the power 2 വീണ്ടും നേരെ തിരിച്ചു പിടിക്കാം. പോയി ഇങ്ങനെ വരും.
വേറൊരു എക്സാമ്പിൾ 0.00493 ഒന്നിനും 9നും ഇടയിലുള്ള വാല്യൂവായി പറയണം. 1നും 9നും ഇടയിലുള്ള വാല്യൂവായി പറയണം. അതിന്റെ മീനിങ് ഈ പോയിന്റ് ഇവിടുന്ന് 4 പ്ലേസ് മുന്നോട്ട് വരാം. പോയിന്റ് ഇവിടുന്ന് 4 പ്ലേസ് മുന്നോട്ട് വരുമ്പോ അത് എത്ര ആകും? 4.9. 4.9 ആയി വായിക്കണം. പോയിന്റ് മുന്നോട്ടാണെങ്കിൽ ബാക്കി പറയൂ. എക്സ്പോണന്റ് പുറകോട്ട് പോണം. എക്സ്പോണന്റ് നെഗറ്റീവ് ആകും. എത്ര പ്ലേസ് മാറുന്നു അത് നെഗറ്റീവ് ആക്കി പറഞ്ഞാൽ മതി. അപ്പൊ ആൻസർ എങ്ങനെ വരും? ആൻസർ ഈക്വൽസ് എങ്ങനെ വരണം? വരുമ്പോ 4 ആകും. എങ്ങനെ വരും? 4.93 into 10 to the power of എത്ര പ്ലേസ് മുന്നോട്ട് വന്നാലും 4 പ്ലേസ് മുന്നോട്ട്. അപ്പൊ എക്സ്പോണന്റോ 4 പ്ലേസ് പുറകോട്ട് 10 to the power -4. ഇതാണ് സയന്റിഫിക് നൊട്ടേഷൻ. ഓക്കെ, വായിക്കാൻ പോവാം. വീണ്ടും അടുത്ത എക്സാമ്പിൾ. One more example. Here. 0.0000016. എങ്ങനെ? എത്ര പ്ലേസ് പോയിന്റ് മുന്നോട്ട് പോകണം? ഇവിടെ വരണം പോയിന്റ്. ഇവിടെ വരണം. എത്ര പ്ലേസ്? 1 2 3 4 5 6. 6 പ്ലേസ് മുന്നോട്ട് പോകണം. ആയിക്കോട്ടെ, എഴുതാം. ആൻസർ ഈക്വൽസ് എങ്ങനെ വരും? 1.6 in 10 to the power of പോയിന്റ് മുന്നോട്ട് തെളിച്ചെങ്കിൽ എക്സ്പോണന്റ് പുറകോട്ട് പോകണം. 10⁻⁶ ഇതായിരിക്കട്ടെ സയന്റിഫിക് നൊട്ടേഷൻ. ക്ലിയർ? ഇനി 2-3 പേരോട് ഞാനൊന്ന് ചോദിക്കാം, ക്ലിക്ക് ആകുമോ എന്നറിയാൻ വേണ്ടിയാണ്. So 72.18 equals. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ആള് തന്നെ റോസിറ്റ. നമുക്ക് പറയാമോ റോസിറ്റ? 7.218 into 10⁻². 10⁻². റോസിറ്റ ഒന്നുകൂടെ പറഞ്ഞേ. 7.218 into 10⁻². 7.218 into 10⁻². അയ്യോ, 10⁻². പോയിന്റ് പുറകോട്ട് ചാടി എക്സ്പോണന്റ് മുന്നോട്ട് നീങ്ങി. റോസിറ്റ. ഓക്കെ റോസിറ്റ, യു ആർ കറക്റ്റ്. കറക്റ്റ് ആൻസർ ആണ്, ശരിയാണ്. അടുത്ത സെക്കൻഡ് ചാൻസ്. 6063.11 equals. അടുത്ത ചാൻസ് റിയ റോസ്. റിയ മോൾ പറഞ്ഞേ. 6.311 into 10⁻². 6.311 into 10⁻². Priya, your answer is correct. Priya's answer is ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 0.00493
00168 168 റോസ്മി മോള് പറഞ്ഞേ 1.68 into 10 raised to minus 3. 1.68 into 10 raised to minus 3. Rosmi, you are correct. Okay. അപ്പോ 3 പേർക്ക് ഞാൻ ചാൻസ് കൊടുത്തു. ഇനിയും അടുത്തതായിട്ട് മുകളിലോട്ട് കയറും. അപ്പൊ അവര് 3 പേര് ഭംഗിയായിട്ട് പറഞ്ഞു. Now, Joseph, John Paul and Emmy, ready ആവുക. നിങ്ങളുടെ ചാൻസ്. 6216 0.1 can be written as Joseph, your chance. Joseph, ജോസഫിനെ കിട്ടുന്നില്ല. ജോൺ പോൾ പറയാമോ? ജോൺ പോൾ 6.2161 into 10 raised to 3. 6.2161 into 10 raised to 3. 10 raised to 3. John Paul, you are correct. Clear. Now, Emmy Maria, your chance. 0.00252 equals. Answer പറഞ്ഞോളൂ. 2.52 into. Hello, sir. Okay. മോള് പറഞ്ഞു. 2.52 into 10 to the power minus 4. 2.5 into 10 to the power minus 4. And Emmy, you are correct. Your answer is correct. ജോസഫ് ലൈനി വന്നില്ല, അതുകൊണ്ട് ഒരാൾക്കൂടെ ചാൻസ് കൊടുക്കാം. അടുത്തത് എൽവിൻ പി ലിജോ, യുവർ ചാൻസ്. 0.01 equals Elvin. What is Elvin? Yes, sir. പറഞ്ഞേ. Sir, 1.2 into 10 raised to minus 2. 1.2 into 10 raised to minus 1.2 into 10 raised to minus. Elvin, you are correct. So, ഞാൻ കുറെ പേർക്ക് ചാൻസ് കൊടുത്തു. ഇത്രയുമാണ് നമ്മൾ ആ ടോപ്പിക് നമ്മൾ നോക്കാനുള്ളത്. 1.2 into 10 raised to minus 2. ഇനി അടുത്തൊരു ഹെഡിങ് എഴുതാം. Significant figures. Significant figures in the heading. Significant figures. Yes, sir. Figures. 1.2 into 10 raised to minus 2. Significant figures in the heading. Significant figures in the heading. Okay. ഞാൻ ആദ്യം പറയുന്നത് എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന ഐഡിയ. നിങ്ങൾ കയറി വരുന്നത് 11ാം ക്ലാസ്സിലേക്കാണ്. 11ാം ക്ലാസ്സിൽ ലാബിൽ ഫിസിക്സ്, കെമിസ്ട്രി പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടായി വരും.
ആ പ്രോബ്ലങ്ങൾ നിങ്ങൾ കേരള സിലബസിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സാധാരണ കാൽക്കുലേറ്റർ എക്സാമിനേഷൻ ഹാളിൽ വരെ ഉപയോഗിക്കും. പ്രാക്ടിക്കൽ ലാബിൽ സാധാരണ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഡെൻസിറ്റിയുടെ ഒരു ആൻസർ നിങ്ങൾ എഴുതി D equals density D equals കാൽക്കുലേറ്ററെ കിട്ടിയ ആൻസർ ഇങ്ങനെ 8.2588633. കാൽക്കുലേറ്റ് ചെയ്തോ ഇത്രയും വലിയ ആൻസർ ആയിട്ട് 8.25863 gram per centimeter cube. ഈ ആൻസറും എഴുതിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചാർജ് ഉള്ള ഫിസിക്സ് ലാബിലെ ടീച്ചറിനെ കാണിക്കാൻ ചെന്നു. ആ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? ആ ടീച്ചർ ചെയ്യുന്നത് ഇത്രയുമാണ്. ആ ടീച്ചർ ചെയ്യാൻ പോകുന്ന ഇത്രയുമാണ്. ഈ ആൻസറിന് താഴെ ഒരു വരയിട്ടിട്ട് അവിടെ ആ ടീച്ചർ പേന കൊണ്ട് എഴുതും. കറക്റ്റ് അപ്പ്, കറക്റ്റ് അപ്പ്, കറക്റ്റ് അപ്പ് ടു 3 places. 3 places. ആ ടീച്ചറിന് അന്നേരം മനസ്സിൽ തോന്നിയാണ് 3 പ്ലേസിന് ആൻസർ കറക്റ്റ് ചെയ്യൂ. ഇപ്പൊ വേറൊരു ടീച്ചറിന് തോന്നി കറക്റ്റ് അപ് ടു 1 place or 2 place. കറക്റ്റ് അപ് ടു 2 place or 1 place. ഇങ്ങനെ ടീച്ചർമാർക്ക് ആ മൊമെന്റിൽ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് വെച്ച് അവർ പറയും. ആ ടീച്ചർ എന്നിട്ട് ഈ വാല്യൂ ഇങ്ങനെ പത്രം എന്നിട്ട് നിങ്ങൾ പറയും ആൻസർ ശരിയാണ്, ആൻസർ ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ആൻസർ ശരിയാണ്, ബട്ട് എന്നെ ഈ ആൻസർ കറക്റ്റ് അപ് ടു 2 places കൊണ്ടുവന്ന് കാണിക്കണം, സൈൻ വാങ്ങിക്കണം, എന്നിട്ട് റെക്കോർഡ് ബുക്കിൽ എഴുതാമൂ എന്ന്. അപ്പൊ നമ്മൾ പറയും ടീച്ചറെ സിഗ്നിഫിക്കന്റ് ഫിഗർ പഠിച്ചതല്ലേ, അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത് എന്ന് ടീച്ചർ നമ്മളോട് പറയും. നമ്മൾ പറയും പകുതി ചെയ്തോളാം, ഇത്ര കാര്യം. ഇതാണ് ഒരു സ്കൂളിൽ നടക്കുന്ന കാര്യം, ലാബിലെ കാര്യമാണ് ഞാൻ ഡെമോ ചെയ്ത് കാണിച്ചത്. ഇവിടെയാണ് വാല്യൂസ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കുന്നത് എങ്ങനെ. കറക്റ്റ് അപ് ടു 2 places, കറക്റ്റ് അപ് ടു 1 places എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഐഡിയ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അവിടെ വാല്യൂസ് സിഗ്നിഫിക്കന്റ് ആക്കുന്നതിന് ചില നിയമങ്ങൾ, റൂൾസ് നമ്മളെ കാത്തിരിക്കും. റൂൾ ഒരു 4-5 റൂൾ അറിയാമെങ്കിൽ നിങ്ങളിൽ ഏതൊരാൾ കൃത്യമായി സിഗ്നിഫിക്കന്റ് ഫിഗർ ആക്കി വേഗം എഴുതാൻ പറ്റൂ. അതിന്റെ ഒന്നാമത്തെ റൂള് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. എഴുതുക, ഹെഡിങ് റൂൾസ്. റൂൾസ്, റൂൾസ് ഫോർ determining, rules for determining the number of significant figures. Rules for determining the number of significant figures. Underline ചെയ്യും. ഒന്നാമത്തെ റൂളെ ഞാൻ ഇന്ന് പറയുന്നു. റൂൾ നമ്പർ 1. റൂൾ നമ്പർ 1. റൂൾ നമ്പർ 1. ഒന്നാമത്തെ റൂൾ. ഫസ്റ്റ് 1 എഴുതുക. All non-zero digits are significant. All non-zero, all non-zero, all non-zero digits,
all non-zero digits are significant. Are significant. Are significant. Are significant. Are significant. ഇതാണ് ഒന്നാമത്. All non-zero digits are significant. All non-zero digits are significant. All non-zero digits are significant. Example ആകുമ്പോൾ നിങ്ങൾ കാര്യം വ്യക്തമാണ്. That is ഒരു number 394 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ 394 കഴിഞ്ഞാണ് പോയിന്റ് വരുന്നത്. 394 സീറോ ഇല്ലാത്തത് എന്തു? ഓൾ പ്ലസ് സീറോ ഇല്ല. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് 394 എന്നൊരു നമ്പർ വന്നു. 42 എന്ന വേറൊരു നമ്പർ വന്നു. ഈ എങ്കിൽ 394ലെ നമ്പർ ഓഫ് significant figure, number of significant figures FYT equals 0 ഇല്ലാതെ വരുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പറിലെ മുഴുവൻ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണ്. 1 2 3 നമ്പർ ഓഫ് significant figure 3 ആയി. 42 0 ഒന്നുമില്ല എങ്കിൽ ആ രണ്ട് ഡിജിറ്റും സിഗ്നിഫിക്കന്റ് ആണ്. എഴുതിയാൽ മതി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ SIG FIG ഈക്വൽസ് ടു. എഴുതിയെടുത്ത എക്സാമ്പിൾ എഴുതി. എക്സാമ്പിൾ എഴുതിയെടുക്കുക. 394 ആണെങ്കിൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ 3 ആണ്. 42 നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ 2 ആണ്. സോ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ ഞാൻ കൂട്ടാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഏകദേശം 6 മെയിൻ പോയിന്റും 2 വാല്യൂ പോയിന്റുമാണ് ഇതിന്റെ അകത്തുള്ളത്. അതെന്റെ അടുത്ത ക്ലാസ് എടുത്തോളാം. സോ ടുഡേ ദാറ്റ്സ് ഓൾ. ക്ലിയർ. Thank you, sir. 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 Thank you, sir.